ഓർക്കാൻ നല്ല ഓർമ്മകൾ തരുന്നത് ഒരു പക്ഷേ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രയായിരിക്കും. ചിലപ്പോൾ പ്ലാൻ ചെയ്ത യാത്രകളൊന്നും നടക്കാറുമില്ല. ഇതങ്ങനെ സംഭവിച്ചൊരു യാത്രയാണ്. സൂര്യൻ ഉദിക്കാൻ വളരെ വിഷമം കാണിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തേക്ക്. അതെ, ഇറ്റ്സ് നോൺ ആസ് കിണ്ണക്കോരെ. ഒരു പ്ലാൻ ഇല്ലാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ റൂമൊന്നും ബുക്ക് ചെയ്തില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സീസൺ ടൈമും, സോ റൂമിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. ഉള്ളതിനും നല്ല റേറ്റ് ആണ്. അവസാനം എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചൊരു ടെൻറ്റ് കിട്ടി, അതും തേയിലക്കടകൾക്കിടയിൽ. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, 560, 598 സംതിങ് അത്രേ വരുന്നുള്ളൂ. ഇവിടുത്തെ സൺറൈസ് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സൺസെറ്റാണ്. ഊട്ടിയെ കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും, ഊട്ടിയിൽ പോവാത്തവരും വളരെ കുറവായിരിക്കും. എന്നാൽ ഊട്ടിയിലെത്തിയിട്ട് ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ചെറിയൊരു ഗ്രാമമുണ്ട്, കിണ്ണക്കോര. ഊട്ടിയിൽ നിന്നൊരു 50 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണത്. അതെ, നമ്മുടെ ഈ യാത്ര കിണ്ണക്കോരയിലേക്കാണ്. ഞാനിവിടേക്ക് വരുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഇവിടെയുണ്ട്. ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ട റോഡല്ല ഇത്. ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചമുണ്ട്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇത് ഇങ്ങനെയല്ലായിരുന്നു, വളരെ ഇരുണ്ട്, നിറച്ചും കോടയായിട്ട് അങ്ങനെയുള്ളൊരു റോഡായിരുന്നത്. ഇന്ന് കോടയ്ക്ക് കുറച്ച് കുറവുണ്ട്, എവിടെ പോയതാണെന്ന് അറിയില്ല. ഞാൻ പോയി വന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ഈ റോഡ് ക്ലോസ് ചെയ്തതെന്നാണ് കേട്ടത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. സോ ആരെങ്കിലും അങ്ങോട്ട് ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മതി. കാരണം അങ്ങോട്ട് ഇപ്പോൾ കടത്തി വിടുന്നില്ല എന്നാണ് ലാസ്റ്റായിട്ട് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ പോവാം. ഓപ്പോസിറ്റ് വണ്ടികൾ വരും, കാടാണ്, മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യും. ഈ റോഡിൽ കാട്ടുപോത്തിനൊക്കെ കാണാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടില്ല, ബട്ട് റൈഡ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് പോവാം.
അങ്ങനെ കിണ്ണക്കോര തിരികെയാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞ് വില്ലേജിൻ്റെ സെൻറ്ററിലെത്തും. അവിടെ കുറച്ച് വീടുകളും ചെറിയൊരു ചായക്കടയും മാത്രമാണ് ഉള്ളത്. പിന്നെ ഇവിടെ വേറെ അധികം സ്പോട്ടുകളൊന്നും ഇല്ല എന്ന് കരുതി ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് മുമ്പ്. നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടൊരു സിമെൻ്റ് ഇട്ട റോഡുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ബൈക്കും കൊണ്ട് പോകുന്നവർ സൂക്ഷിക്കുക, അതൊരു ഓഫ് റോഡാണ്. സോ എക്സ്പേർട്സും കൊണ്ട് പോയിട്ട് ഓഫ് റോഡ് അടിക്കാതെ എങ്ങനെ പോരാ. സോ ചെറിയൊരു ഓഫ് റോഡ് ട്രയൽസ് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നേ. അത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ളതല്ല. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ കേരളത്തിലോട്ടാണ് എത്തുക. സോ അധികം അഡ്വഞ്ചറസ് ആവണ്ടെന്ന് കരുതി അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. അത്രയും എക്സ്ട്രീം ഓഫ് റോഡൊന്നല്ല, ഒരു മോഡറേറ്റ് ലെവലുള്ള ഓഫ് റോഡാണ്. പോകുന്നവരെന്തായാലും കെയർഫുൾ ആയിട്ട് പോവുക, അധികം റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട ആരും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കിണ്ണക്കോരയിൽ നിന്ന് ഊട്ടിയിലോട്ടുള്ള റോഡാണ്.
feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. So alive, make it last forever. Stop in time, yeah, I'm surrendering. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. Can make me move. You can make me move. Can make me. Can make me move. You can make me വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയും കുറച്ച് വീഡിയോസ് വരാനുണ്ട്, അത് പുറകെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വിവരങ്ങൾ ഇനി അറിയാനുണ്ടെങ്കിലും, എന്തെങ്കിലും നിർദ്ദേശങ്ങളായിട്ട് പറയുകയാണെങ്കിൽ അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക.